ഇന്ന് വഴിനീളെ നടക്കുവാൻ കഴിയാത്ത, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത പ്രായമായ ആളുകൾക്ക് മാർക്കറ്റുകളിൽ പോകാൻ കഴിയാത്ത നിലയിൽ, വ്യാപകമായ നിലയിൽ തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചിരിക്കുന്നു. അതിന് പരിഹാരം എന്ന നിലയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 100 ദിവസത്തിനകം ഇവിടുത്തെ മുഴുവൻ തെരുവ് നായ്ക്കളെയും പ്രത്യേക ഷെൽട്ടർ ഉണ്ടാക്കി അങ്ങോട്ടേക്ക് മാറ്റി അവരെ ബന്ധീകരിച്ച് അവിടെ ഭക്ഷണവും കൊടുത്ത് അവിടെ പാർപ്പിക്കുന്നതും, തെരുവ് നായ്ക്കൾ റോഡിൽ കാണുന്ന ഒരു സാഹചര്യം പൂർണ്ണമായും തെരുവ് നായ്ക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവ് നായ്ക്കളെ പൂർണ്ണമായി ഇല്ലാതാക്കും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. അങ്ങനെ ഈ ജനകീയമായ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന ആളുകൾ ഇപ്പോഴും ഇവിടെ ദാരിദ്ര്യവിമുക്ത രാജ്യമായി, സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച് അവിടെ വന്നെങ്കിലും നമുക്കറിയാം യഥാർത്ഥത്തിൽ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ദുരിതത്തിലും കഴിയുന്ന ഒട്ടേറെ ജനങ്ങൾ ഇപ്പോഴുമുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾക്കും പോലും, അതുപോലെ തന്നെ അല്ലാതെയുള്ള ആളുകൾക്കും നല്ല കുറഞ്ഞ നിലയിൽ ഭക്ഷണം ലഭ്യമാകുന്നതിന് വേണ്ടി ഇന്നര ക്യാൻറ്റീനുകൾ ആരംഭിച്ചുകൊണ്ട് കുറഞ്ഞ നിരക്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും ഭക്ഷണം കഴിക്കാൻ നിർവാഹമില്ലാത്ത ആളുകൾക്ക് സൗജന്യ നിരക്കിൽ ഭക്ഷണം കൊടുക്കുവാനും നടപടികൾ ഐക്യജനാധിപത്യ ഇവിടെ പ്രതിപാദിച്ച നമ്മുടെ സ്ഥാനാർത്ഥികൾ വളരെയേറെ നിശ്ചയദാർഢ്യത്തോടുകൂടി നാടിന് പ്രയോജനപ്രദമായ സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഐക്യജനാധിപത്യം കാണി അധികാരത്തിൽ വന്നാൽ ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികളുണ്ടായാൽ എങ്ങനെയാണ് നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പഞ്ചായത്ത് ഭരണമില്ലാതിരുന്നിട്ട് പോലും ശ്രീമാൻ നാസറും റാബി മെമ്പറും ഒക്കെ ഈ പ്രദേശത്ത് കാഴ്ചവെച്ച വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ചേർന്ന് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന AM റാഫി അവിടെയും ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയുള്ള കാര്യമാണ്. ജനകീയ വിഷയങ്ങൾ ജനപ്രതിനിധികളായി കഴിഞ്ഞാൽ അവരുടെ ജനങ്ങളുടെ ദാസന്മാരായി, ജനകീയ ദാസന്മാരായി പ്രവർത്തിക്കണം. അല്ലാതെ ജനങ്ങളുടെ യജമാനന്മാരായി മാറുന്ന സ്ഥിതി മാറിക്കൊണ്ട് ജനകീയ ദാസന്മാരായി ജനപ്രതിനിധികൾ പ്രവർത്തിക്കണം എന്നുള്ള ജനാധിപത്യത്തിൻ്റെ ഉന്നത മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രീമതി ഗീതാ ശിവൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന, മുഖത്തറ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇവിടെ പറയുകയുണ്ടായി. കൊല്ലം ശ്രീ ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെയും അനുബന്ധ സ്ഥാപനമായ ജ്യോതി കോളേജിൻ്റെയും 35 വർഷക്കാലം ദീർഘമായ കാലയളവ് കോളേജ് അധ്യാപിക എന്നുള്ള നിലയിൽ ശ്രേഷ്ഠമായ പ്രവർത്തനം കാഴ്ചവെച്ച ശ്രേഷ്ഠ അധ്യാപികയും പ്രഥമാധ്യാപക പ്രിൻസിപ്പളായി പ്രവർത്തിച്ച ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള വിവിധ പദവികൾ അവതരിപ്പിച്ച സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ മേഖലകളിൽ ജനാധിപത്യ മുന്നണി ഈ ഇവിടുത്തെ മുഖത്തല ഡിവിഷനിലേക്ക് അവതരിപ്പിക്കുകയാണ് ജില്ലാ പഞ്ചായത്തിനെ പ്രതിനിധീകരിക്കാൻ. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സ്വന്തം അനുഭവം കൊണ്ട് തന്നെ പ്രഗത്ഭനായ ഭരണാധികാരി, പ്രഗത്ഭനായ ജനപ്രതിനിധി, പൊതുസേവകൻ, വികസന നായകനെന്ന് പേരെടുപ്പിച്ചിട്ടുള്ള ശ്രീ AM റാഫിയെയാണ് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചിഹ്നമായ ഏണി അടയാളത്തിൽ മത്സരിപ്പിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന, 1-ാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായി കൂടി എൻ്റെ സഹോദരിയുടെ മകളും അതുപോലെ തന്നെ ശ്രീ നാസറിൻ്റെ മരുമകളുമായ അലീമ അഷറഫ് ആണ് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളെ ഒരു സ്വന്തം സഹോദരിയെപ്പോലെ, മകളെപ്പോലെ അതിനെ അലീമയെ കാണാൻ കഴിയുന്നതാണ്. തീർച്ചയായും നാസർ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും ഇവരുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തോടുകൂടി അലീമ അഷറഫിൻ്റെ ഭാഗത്ത് നിന്ന് പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പു തരുവാൻ ഞങ്ങൾ ഈ സന്ദർഭത്തിൽ മുംതാസ് ഇവിടെ വീണ്ടും ഈ വാർഡിലേക്ക് മാറി തെരഞ്ഞെടുപ്പിനെ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. മുംതാസിൻ്റെ കർമ്മശേഷിയെ സംബന്ധിച്ചും പ്രവർത്തന മികവിനെ സംബന്ധിച്ചും തൊട്ടടുത്ത വാർഡിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യമാണ്. ശ്രീ മുംതാസിനെയും നിങ്ങളുടെ മുന്നിൽ ഐക്യജനാധിപത്യ മുന്നണി അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു. ഈ സ്ഥാനാർത്ഥികളെയെല്ലാം 3 സ്ഥാനാർത്ഥികളെ കൈയടയാളത്തിലും അതുപോലെ തന്നെ AM റാഫിയെ ഏണി ഓരോരുത്തരെയും സ്വീകരിക്കാൻ 4 സ്ഥാനാർത്ഥികളെ സ്വീകരിക്കാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി രതീഷ് പന്നിയൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി അബ്ദുൽ സലാം സാഹിബ് സ്വീകരിക്കുന്നു. വിക്രമൻ സ്വീകരിക്കുന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് വിക്രമൻ തമ്പി സ്വീകരിക്കുന്നു. സുധീർ കരായി സ്വീകരിക്കുന്നു. പ്രിയങ്കരനായ ബാബുചേട്ടൻ
സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുന്നു. സ്വീകരിക്കുന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി അണ്ണനെ സ്വീകരിക്കുന്നു. നൗഫൽ ഇബ്രാഹിം സ്വീകരിക്കുന്നു. പ്രിയങ്കരായ അബൂബക്കർ സാഹിബ് സ്ഥാനാർത്ഥികളെ ഇബ്രാഹിം കുട്ടി സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുന്നു. ജലീഷ് പന്നിമൽ സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുന്നു. ഉറക്കം വന്ന് ഉറക്കത്തിലേക്ക് വീണ് എതിരെ വന്ന KSRTC കൂട്ടിയിടിച്ച് ഫ്രണ്ടിലിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും പുറകിലിരുന്ന ഒരു മകളും ഒഴിച്ച് ബാക്കി 3 പേരും തൽക്ഷണം മരിച്ച ഒരു സംഭവം ഉണ്ടായി. പലപ്പോഴും ഇത്തരം അപകടങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും എല്ലാവരും വീടിൻ്റെ പരിസര പ്രദേശങ്ങളിൽ വെച്ചാണ് ഇത്തരം അപകടത്തിൽ വീണിട്ടുള്ളത്. 2023 മുതൽ എയർപോർട്ടിൽ പോയിട്ട് വന്ന ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ചിട്ട് 1 വർഷം മാത്രം, അന്ന് ഞാൻ പത്തനംതിട്ട RTO ആയിട്ടുള്ള ഭാര്യയും ഭർത്താവും, അതും 7 കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കുക. അപ്പോൾ അവരുടെ വിചാരം 7 കിലോമീറ്ററല്ല ഉള്ളു, ഇനി നമുക്കങ്ങ് നേരെ വീട്ടിലെത്താം, എന്തിനെ ഇടയ്ക്ക് നിർത്തുന്നത്, അല്ലെങ്കിൽ നിർത്തി ഉറങ്ങേണ്ടതുണ്ടോ, ആ ഒരു വ്യക്തതയിലാണ് അന്ന് അവർ കോന്നി നടന്ന സംഭവത്തിൽ. ഇതും തേവലക്കരയായിരുന്നു. ഏതാണ്ട് 10-12 കിലോമീറ്റർ മാത്രം ബാക്കിയുള്ളപ്പോൾ നമ്മൾ റോഡ് സേഫ്റ്റി ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ട കാലം അത്രയും പറഞ്ഞതും പഠിപ്പിച്ചതും ഒക്കെ റോഡ് സേഫ്റ്റിയുടെ ഏറ്റവും വലിയ ശത്രുവും സ്പീഡാണ്, വേഗതയാണ്. അല്ലെങ്കിൽ പലരോടും ചോദിക്കുമ്പോൾ പല ഉത്തരങ്ങൾ പറയുന്നത് നിയമം ലംഘിക്കുന്നു, അശ്രദ്ധ കാട്ടുന്നു, അഹങ്കാരം കാട്ടുന്നു എന്നൊക്കെയാണെങ്കിൽ നമ്മളത് മാറ്റി എഴുതേണ്ട സമയമായിരിക്കും. സമയത്ത് നമുക്കൊന്നും ചെയ്യാനാവില്ല. ഉറക്ക സമയത്ത് നമ്മളുടെ കയ്യിലല്ല വാഹനം. അത് തന്നെയല്ല, അങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങൾ എപ്പോഴും ദാരുണവുമായിരിക്കും. കാരണം എന്താ, ഇടി കഴിഞ്ഞിട്ടേ അവർ പോലും അറിയുന്നുള്ളൂ. അതുവരെ നമ്മുടെ റിഫ്ലക്ട് മെക്കാനിസം ഇല്ല. ആ സമയം വരെ നമ്മൾ വേറെ ഏതാവസ്ഥ, നമ്മൾ ഇൻടോക്സിക്കേറ്റഡ് ആണെങ്കിൽ പോലും മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് വരുമ്പോൾ നമുക്കൊരു അവസരം കിട്ടി. പക്ഷെ ഉറങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു സാഹചര്യമില്ല. ഇടിച്ച് മറിഞ്ഞ് ചുരുണ്ട് കഴിഞ്ഞിട്ടേ നമ്മൾ പോലും അറിയുന്നുള്ളൂ നമ്മൾ ഉറങ്ങിപ്പോയി നമ്മളുടെ വാഹന അപകടത്തിൽപ്പെട്ടു എന്നുള്ളത്. വളരെ ദാരുണമായി. ഈ 2 ആക്സിഡൻറ്റും വളരെ ദാരുണമായിരുന്നു. ചിതറിത്തെറിച്ചു പോയി. ഈ കോന്നിയിൽ നടന്ന അപകടവും ഞാൻ നേരത്തെ പറഞ്ഞ ചങ്ങംകുളങ്ങരയിൽ നടന്ന അപകടം. അതിന് തൊട്ട് മുമ്പ് മറ്റൊരു അപകടം പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. നിങ്ങളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞതാണ്. തൃശ്ശൂരിൽ നാടോടികളായിട്ടുള്ള ഒരു കുടുംബം ഈ റോഡിൽ കിടന്നുറങ്ങുകയുണ്ടായിരുന്നു. ഇതേപോലെ ഒഴിഞ്ഞ റോഡിൽ, ട്രാവലില്ലാത്ത ഇതേപോലെ വാഹന ഗതാഗതമില്ലാത്ത റോഡിൽ കിടന്നുറങ്ങിയ നാടോടി സ്ത്രീകളായിട്ടുള്ള ഒരു കുടുംബത്തിലേക്ക് നേരെ പോയൊരു വണ്ടി തിരിയാതെ ഉറങ്ങിപ്പോയിട്ട് നേരെ പോയിട്ട് കയറിയിട്ട് നിങ്ങൾ വായിച്ചു കാണും. 5 പേരാണ് അതിനകത്ത് മരിച്ചത്. അതായത് ഈ അപകടത്തിൻ്റെ ഇൻറ്റൻസിറ്റി, തീവ്രത എപ്പോഴും വല്ലാതെ കൂടുതൽ. ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് എൻ്റെ കാരണം. ഒരു ആക്ഷനും ഇല്ല. ചെന്നിടിച്ചങ്ങ് മറിച്ച് കൊല്ലുക എന്നുള്ളതല്ലാതെ അതിന് ശേഷമേ പിന്നെ എന്തെങ്കിലും അവർക്ക് ചെയ്യാനുള്ളൂ. പിന്നൊന്നും ചെയ്തിട്ട് കാര്യവുമില്ല. ബാക്കി ഓരോ അപകടങ്ങളിലും ഇങ്ങനെയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്ന് ചാർജ് എടുത്ത സമയത്ത് ആദ്യമായിട്ട് ഈ ട്രാക്കിൻ്റെ ഒരു മീറ്റിങ്ങിൽ ചെന്ന്, അപ്പോൾ മീറ്റിങ്ങിൽ ചെന്നപ്പം നൂതനമായ പല കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഞാനും കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു, ഈ ചുക്ക് കാപ്പി കൊടുക്ക് പരിപാടി നമുക്ക് നിർത്താം, ഇനി അത് വേണ്ട എന്ന് പറഞ്ഞു. ഞാനന്ന് സംസാരിച്ചിരുന്നു. അപ്പം നമ്മുടെ ഗോപൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ്, അത് സാറ് പറഞ്ഞത് തെറ്റാണ്, ഒരിക്കലും അത് പാടില്ല, അത് നമ്മളുടെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്, അത് നമുക്ക് നിർത്താൻ ഉദ്ദേശമില്ല എന്ന് പറയുകയുണ്ടായി. പിൽക്കാലത്ത് ഞാൻ ഗോപൻ പറഞ്ഞത് വിട്ടു. പക്ഷേ അടുത്ത കാലത്ത് ഞാനത് ഒരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ നല്ല ഉറക്കം, ക്വാളിറ്റി ആയിട്ടുള്ള ഉറക്കം കിട്ടുന്നതിൻ്റെ ഒരു മെട്രിക്സ്, അതിൻ്റെ ഒരു ചാർട്ട് വായിക്കാനിടയായപ്പം അവിടെ ഒരു എന്താ പറഞ്ഞ ഒരു ഇക്വേഷൻ പോലെ ഞാൻ കാണുകയുണ്ടായി. 10, 3, 2, 1, 0 സ്ഥലത്ത് 2 കുടിവെള്ള പദ്ധതി കൊണ്ടുവരികയും 2 അംഗനവാടികളുള്ളതിൽ 2 എയർ കണ്ടീഷൻ ചെയ്ത് ഹൈടെക് ആക്കുകയും എല്ലാ റോഡുകളും ഗതാഗതയോഗ്യമാക്കുകയും വഴികളിലുള്ള പോസ്റ്റുകളിലെ തടസ്സങ്ങൾ മാറ്റുകയും എന്ന് വേണ്ട ജനങ്ങളുടെ ആവശ്യങ്ങളെല്ലാം വീഴ്ച 5 വർഷമാണ്. ഇതെല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ കാണുമെന്ന വിശ്വാസത്തോടു കൂടി
വാർഡിൽ നിന്ന് മത്സരിക്കുന്ന 19ാം വാർഡിൽ വികസനങ്ങൾ ഇവിടെ ഉണ്ടാകും. ജനങ്ങളോടൊപ്പം ഞങ്ങൾ കാണും. അഫ്സീനെ മുന്നിലെത്തി ജനങ്ങളോടൊപ്പം ഞങ്ങൾ ഏത് സമയത്തും ഈ 5 വർഷം ഞാൻ നിങ്ങളോടുള്ളതുപോലെ ഇനിയും ഇവിടെ കാണുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയങ്കരായവർ ഞങ്ങളെ കൈവിടരുത്. വാർഡിൽ മത്സരിക്കുന്ന അഫ്സീനായെയും ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്ന എന്നെയും തുടർ വികസനത്തിനായി